എന്നെ കാത്ത് കാനഡയിൽ ഒരു ജോലിയും ഭാവിയും ഉണ്ടായിരുന്നു. അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ ഇവിടെ നിന്നു. ഇത്രയും കാലം അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഒരു പരിഭവം പറയാതെ ഞാനാ നോക്കിയത്. എന്നിട്ട് നീ ഇപ്പൊ ഇവിടെ കയറി വന്ന് എന്തിനാ ഈ പ്രഹസനം നടത്തുന്നത്? നാട്ടുകാരെ കാണിക്കാനല്ലേ? പ്രീതി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. നീ ഈ വീടിന്റെ മരുമകളായി കയറി വന്ന അന്നു മുതൽ അമ്മയുടെ മോശ സമയം തുടങ്ങി. അമ്മ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു മരുമകളായിരുന്നു നീ. അങ്ങനെയുള്ള നിന്നെ ഗിരിയേട്ടൻ എങ്ങനെ സ്നേഹിക്കാനാ? നിർത്ത്. ഇനിയൊരു അക്ഷരം വേണ്ടിയ ഇത്രയും കാലം അമ്മയെ നോക്കിയതിന്റെ നന്ദി ഞാനങ്ങ് മറക്കും. എന്റെ പ്രതികരണം വളരെ മോശമായിരിക്കും. സ്വന്തം അമ്മ ഈ നിലയിലാക്കിയിട്ടും ഗിരിയേട്ടന് മഞ്ജുവിനോട് എങ്ങനെയാ ക്ഷമിക്കാൻ പറ്റുന്നത്? നിനക്ക് കുറച്ചെങ്കിലും നാണം ഉണ്ടെങ്കിൽ ഇനി ഈ വീടിന്റെ പടി ചവിട്ടരുത്. വേണ്ട. ഇവക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തത് ഗിരിയേട്ടൻ തന്നെയാണ്. ഇവളോട് പ്രതികരിക്കാനുള്ള ഒരു അവകാശവും ഗിരിയേട്ടനില്ല. മാത്രമല്ല, എന്റെ മുന്നിൽ വെച്ച് ഒരു സ്ത്രീയെ അടിച്ച എനിക്ക് ഗിരിയേട്ടനെതിരെ കേസ് എടുക്കേണ്ടി വരും. നീ പറഞ്ഞ ശരിയാ പ്രീതി. എന്റെ സ്ഥാനം ഈ വീടിന് പുറത്തു തന്നെയാ. മഞ്ജു, ഒന്നും പറയണ്ട. ഞാൻ പോവാൻ തന്നെയാ അമ്മയെ ആഗ്രഹിക്കുന്നത്.